വായിക്കോ വെള്ളം ഞാൻ എടുത്തതാ. ഇങ്ങോട്ടൊക്കെ നല്ല ജീവിയാണല്ലോ. ഉളുപ്പൊക്കെ ഉണ്ടാ? ഉളുപ്പൊക്കെ ഉണ്ടാ? നഴ്സറി ബുക്കെല്ലാം ബുക്കും പെൻസിലെല്ലാം ഉണ്ടാ? ഓരോ നമ്മളെ മുടിയെല്ലാം കണ്ടിട്ടാ നോക്കുന്നു. ഹലോ ഇവിടെ ഗുളികൻ ദൈവാന്നേ, ഇവിടെ ശാസ്തപ്പനാണ്.
മയിലുണ്ടായാലുണ്ട്. അതെ, മയിലുണ്ടായാലുണ്ട്. അത് ശ്രീകോലിങ്ങനെ വലമ്പിച്ച് ശ്രീഷപ്പരൻ തന്നെയാണ്. കഴുത്തിന് വള്ളിയുള്ള പരന്താണ്. അതെ അതെ. ഇത് അധികം കൂട്ടരോടും പറയുമ്പോൾ എല്ലാവരും തമാശ പോലെ കാണുന്നത്. ഇപ്പം ഞാൻ അതെ വിശ്വാസമാണ്. ഇതിപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കട്ടെ, ഞാൻ പറയുന്നത് വെറുതെ നോക്കട്ടെ. നിങ്ങൾ കണ്ട ശ്രീഷപ്പരന്ന് വലം വെക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലേ? ആ അതെ കണ്ട. അതെ അതെങ്ങനെ വന്നത്. നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ ഒരിക്കലും വരാറില്ല. അത് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുടെ സ്വഭാവവും പെരുമാറ്റവും ആ ധാർഷ്ട്യം കൊണ്ടായിരിക്കാം. അവിടുത്തെ മൂർത്തിക്ക് ശക്തി ഉണ്ടാവും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സ്ഥലത്തിനും ശക്തി ഉണ്ടാവും. പക്ഷേ എന്ന് വെച്ചാൽ അവിടെ പ്രവർത്തിക്കുന്നവരുടെ സ്വഭാവ ഗുണം കൊണ്ട് അതൊക്കെ ക്ഷയിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വള്ളംകൊണ്ടൂർ കുറേ തവണ വന്നു. പക്ഷേ വെച്ചാൽ ഇപ്പോഴാണ് നമുക്ക് ഈ ശ്രീഷപ്പരന്ത് വലം വെക്കുന്നത് നമ്മൾ കണ്ടത്. അതെ. അപ്പോൾ നിങ്ങളും സാക്ഷിയല്ലേ? 5 പ്രാവുകളും. അപ്പം ഇത് എന്ന് വെച്ചാൽ ഇപ്പം ഗരുഡരാജനാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അല്ലേ? അപ്പം അതുമാത്രമല്ല മഹാവിഷ്ണുവിൻ്റെ വാഹനം കൂടിയാണ്. അപ്പം ലക്ഷ്മിനാരായണ സാമീപ്യം കൂടി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അത് ഇപ്പോൾ ശിവക്ഷേത്രമായാലും പിന്നെ ദേവീക്ഷേത്രമായാലും ശരിക്കും അത് ഉണ്ടാവാറുണ്ട്. അപ്പം അത് എത്ര പേര് സ്വീകരിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ ആയിരിക്കില്ല. പക്ഷെ സാമാന്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ശ്രീഷപ്പരന്ത് ആ ശ്രീകോവിൽ എങ്ങനെ വലം വെക്കുന്നു അതിൽ കൂടെ അങ്ങ് പറഞ്ഞങ്ങ് പോയാൽ മതിയില്ലേ? പക്ഷെ ഇത് കൃത്യമായി വലം വെക്കുന്നതാണ്. നിങ്ങൾ 3 തവണ വെള്ളരിപ്രാവ് ആദ്യം വന്ന്. അതെ അതെ. ആ കൊടി അതാ കണ്ട, കൊടിയേറ്റത്തിന് സമയമായില്ല. അതാ കണ്ട, ഇതാ കണ്ട വെള്ളരിപ്രാവ് വരുന്നത് നിങ്ങൾ ഇതാ കണ്ട. വലം വെച്ച് പോകുന്ന ഒരു വലം വെച്ച് അങ്ങനെ പോയിട്ട് വന്നു. ശ്രീഷപ്പരന്ത് വലം വെക്കുന്നുണ്ട് നിങ്ങൾ. ഇതാ ശ്രീകോവിലാണ് വലം വെക്കുന്നത്. ആ അതെ അതെ. അല്ല അത് കൃത്യമായിട്ട് വലം വെക്കും. ആ താഴെക്കൂടം കൃത്യമായിട്ട്. അതെ അതെ, താഴെക്കൂടം കൃത്യമായിട്ട് വലം വെച്ചില്ലേ അല്ലേ? നിങ്ങൾ സാക്ഷിയല്ലേ? ആ അതെ അതെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ
നമുക്ക് ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തരും. പണ്ട് കാലങ്ങളിൽ നമുക്കെന്ന് വെച്ചാൽ പക്ഷിശാസ്ത്രം ആയിക്കോട്ടെ, പിന്നെ ഗൗളിശാസ്ത്രം ആയിക്കോട്ടെ, ഇനി മൃഗശാസ്ത്രം ആയിക്കോട്ടെ, ഈ പറഞ്ഞ എല്ലാ ഇതും നമുക്ക് ഓരോന്നിനും ലക്ഷണങ്ങൾ കാണിച്ചു തരും നമ്മൾ മുമ്പ് യാത്ര ചെയ്യുന്ന സമയത്ത്. ഇന്നത്തെ കൂട്ടർക്ക് ഇതെല്ലാം അന്ധവിശ്വാസം അങ്ങനെ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് അതിന് വില കൽപ്പിക്കാതെ. എന്ത് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവർക്ക് MDMA, കഞ്ചാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് പണ്ടൊന്നും കേൾക്കാത്ത ഒരു സാധനം. പണ്ട് എന്ന് വെച്ചാൽ ചാരായം നിരോധിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തരും, എല്ലാം നന്നായി പോയി എന്ന് വെച്ച് നോക്കുമ്പോൾക്ക് അപ്പോൾ കളറിൽ ഇഷ്ടം പോയി. ഇപ്പോൾ കോടിക്കണക്കിന് ആൾക്കാരെ വാങ്ങി. ഇന്ന് രാവിലെ ഇന്ന് രാവിലെ വലിയൊരു ഉൽക്ക ഭൂമിക്ക് അടുപ്പിച്ച് പോകേണ്ടിയാണ്. ഇന്ന് വലിയൊരു പിന്നെ ഇത് ഉൽക്കയല്ല, വലിയൊരു ചിഹ്നഗ്രഹം എന്ന് പറയും. അത് ശരിക്കും ഭൂമിക്ക് നേരെയാണ് വരുന്നത്. അത് ഇന്ന് രാവിലെ 7 മണി ഏകദേശം അങ്ങനെ ആകുമ്പോൾ വരേണ്ടതാണ്. ഈ സമയം ഭൂമിക്ക് അടിച്ചടിയും കണ്ടിട്ടില്ല. ചിലപ്പോൾ തട്ടിയിലേക്ക് കൂടി പോയിട്ടുണ്ടാവും. കാരണം അതിലും വലിയ സാധനം ഭൂമിയിലുണ്ട്. പിന്നെ അടിയാന്ന് പോയോന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇത് ഇപ്പം നാസ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. എന്താ പേര്? പ്രകാശ് അല്ലേ? മഹേഷ്. പിന്നെ ഇന്ന് നമ്മൾ വള്ളുവങ്ങോട് ശ്രീ മുത്തപ്പക്ഷേത്ര മഹോത്സവത്തിനനുബന്ധിച്ച് നിങ്ങളെ ഇവിടെ ആയുർവേദത്തിൻ്റെ ഒരു മീറ്റിംഗ്, അതെ, സെമിനാർ നടക്കുന്നുണ്ട്. അപ്പം
അത് എന്താണെന്ന് എങ്ങനെയാണെന്ന് അതിനെപ്പറ്റി ഒന്ന് അറിയണമെന്നൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. അതായത് നമ്മൾ നിത്യോപയോഗ ജീവിതത്തിലുള്ള ആഹാരക്രമങ്ങളെ പ്രത്യേകിച്ച് എടുത്തു പറയുകയും ആയുർവേദവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ എല്ലാ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദൂഷ്യവശവും നല്ല വശവും പറഞ്ഞ് മനസ്സിലാക്കുന്ന കുറേ പ്രഗത്ഭരായ വൈദ്യന്മാരും ഗുരുക്കളും എല്ലാം ചേർന്ന് നിൽക്കുന്ന സെമിനാർ അല്ലേ? പിന്നെ അത് ശേഷം നമ്മളെ മനോജ് മഹേശ്വർ ശരി. വള്ളംകടവ് ശ്രീ മുത്തപ്പക്ഷേത്രത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വർഷങ്ങളിൽ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ 6 മാസം 3 മാസങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഈ സെമിനാർ? ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ അതിന്റെ ആൾക്കാരൊക്കെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ സുരേഷ് വൈദ്യൻ, പിന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജയദേവേട്ടൻ, ഇവരൊക്കെയാണ് ഇതിന്റെ സംഘാടകരായിട്ട് വരുന്നത്. അതായത് നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ ഈ സമിതിന്റെ പേരെന്ന് പറഞ്ഞത്? നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി അല്ലേ? കണ്ണൂർ ജില്ലേന്റെ. കണ്ണൂർ ജില്ല നമ്മള് ഇപ്പൊ ഇവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഓരോ ജില്ല ഓരോ കോർഡിനേറ്റർ ഉണ്ടാവില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മുഖ്യ രക്ഷാധികാരി എന്ന് പറയുന്നത് നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വാമിജി അവർക്കാണ്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജനങ്ങളിലൊക്കെ എത്തിക്കാൻ വേണ്ടി നിങ്ങളെ കുറച്ച് പ്രഗത്ഭമായിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ വൈദ്യന്മാരിൽ. അപ്പോൾ ഇതിന്റെ ഗുണദോഷങ്ങളെ പറ്റി നമുക്കൊന്ന് ജനങ്ങളുടെ ബോധവൽക്കരണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരുന്നു. നമുക്ക് അതിനായി നമുക്കൊരു സമയം കണ്ടെത്താം. ബോധവൽക്കരണം എന്നുള്ളത് അതിൻ്റെയാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഇന്ന് ആധുനിക ജീവിതത്തിന്റെ ഭാഗമെന്ന നിലയിൽ പറഞ്ഞാൽ നമ്മൾ പഴയ പലതും നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അതിനെ ഒരു തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വളരെ എന്താ പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. നേരത്തെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലേക്കായി മാറണം. കാരണം ഞാനും നിങ്ങളെല്ലാം ഈ ഭൂമി വിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടായി പോകും. അതാണ്. എന്നാൽ നമുക്ക് നല്ല നമസ്കാരം. നമുക്ക് അതിനായ സമയം ഒരു ദിവസം നമസ്കാരം. നമസ്തേ. നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഓരോ സംഭവങ്ങൾ നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. നല്ല നമസ്കാരം. തീർച്ചയായിട്ടും. എല്ലാം നല്ലതിന് വേണ്ടി. നല്ലൊരു